അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിനല്ലാഹ് അമ്മാ ബഅദ്. സഹോദരങ്ങളെ, ജബ്ബാർ മാഷ് അദ്ദേഹത്തിൻ്റെ ഖുർആനുൽഭവം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കാരം, നോമ്പ്, ബാങ്ക് ഇത്യാദി കാര്യങ്ങളൊക്കെ ജൂതന്മാരിൽ നിന്ന് പകർത്തിയതാണ്. അതിൽ കുറച്ച് വ്യത്യാസം വരുത്തി എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ രണ്ട് സംഗതിയാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കാതെ പോയത്, അല്ലെങ്കിൽ അദ്ദേഹം മനസ്സിലാക്കിയിട്ടും തെറ്റായിട്ട് കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഒന്ന്, വിശുദ്ധ ഖുർആൻ ഒരിക്കലും പൂർവ്വപ്രവാചകന്മാർ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സംഗതി പഠിപ്പിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗത്തെ സംബന്ധിച്ചും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഖുൽ മാ കുന്തു ബിദ്അം മിനർ റുസുൽ, ഞാൻ ദൂതന്മാരിൽ ഒരു പുതിയ കൂറ്റുകാരനല്ല എന്നാണ് അദ്ദേഹത്തോട് പറയാൻ ഖുർആൻ പറയുന്നത്. പൂർവ്വപ്രവാചകന്മാർ എന്താണോ പഠിപ്പിച്ചത് അത് തന്നെ പഠിപ്പിക്കാനാണ്, സമൂഹം അതിൽ നിന്ന് വ്യതിചലിച്ചപ്പോൾ അതിലേക്ക് തിരിച്ചു വിളിക്കാനാണ് ഖുർആനും പ്രവാചകനും വന്നിട്ടുള്ളത്. ഇനി അത് അടിസ്ഥാന മൗലിക കാര്യങ്ങളുടെ, വിശ്വാസപരമായ കാര്യങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ, അനുഷ്ഠാനപരമായ കാര്യങ്ങളിൽ ചില അല്പസ്വല്പം വ്യത്യാസങ്ങൾ പൂർവ്വപ്രവാചകന്മാരുടെ അധ്യാപനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി, പഠിപ്പിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഉണ്ട് എന്നുള്ളത് ഖുർആൻ തന്നെ അംഗീകരിച്ചൊരു സംഗതിയാണ്. പിന്നെ അതൊരു പുതിയ വാദമായിട്ട് അദ്ദേഹം ഉന്നയിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ഒന്നുകിൽ അത് അറിയില്ല, അല്ലെങ്കിൽ അദ്ദേഹം ആളുകളെ തെറ്റിദ്ധരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് അവരിൽ നിന്ന് പകർത്തിയതാണ് എന്ന് പറയുന്നതിലാണ് അദ്ദേഹത്തിന് ഏറ്റവും വലിയ തെറ്റ് പറ്റിയിട്ടുള്ളത്. കാരണം ഖുർആന് അള്ളാഹു അവതരിപ്പിച്ചതാണെന്നും ആ ഖുർആനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നതെന്നും ഖുർആൻ പറയുന്നുണ്ട്. അല്ലമക മാലം താലം, നിനക്കറിയാത്ത കാര്യങ്ങൾ നിനക്ക് അള്ളാഹു പഠിപ്പിച്ചു തന്നു എന്ന് നേരെ അള്ളാഹു റസൂലിനോടാണ് പറയുന്നത്. അപ്പോൾ നമസ്കാരമാവട്ടെ, നോമ്പാവട്ടെ, ബാങ്കാവട്ടെ, ഇതൊക്കെ അള്ളാഹു തന്നെയാണ് മലക്ക് മുഖേന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നബി അതിൽ നിന്ന് മറ്റവരിൽ നിന്ന് പകർത്തിയെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്, അതിന് പ്രമാണത്തിൻ്റെ തെളിവില്ല. രണ്ടാമത്തെ ഒരു സംഗതി അദ്ദേഹം പറയുന്നത്, മലക്കുകൾ, പിശാചുക്കൾ മലക്കുകളുടെ വാർത്തകൾ കേൾക്കുന്നു എന്നുള്ളതാണ്. അത് സംബന്ധിച്ചും പറയാനുള്ളത്, ഇത്തരം കാര്യങ്ങൾ ഇവിടെ നിന്ന് ബുദ്ധിപരമായിട്ടുള്ള വ്യായാമത്തിലൂടെ മനസ്സിലാക്കിയെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. ഈ സംഗതി അള്ളാഹുവുമായി ബന്ധപ്പെട്ടൊരു സംഗതിയാണ്. അത് അള്ളാഹുവാണ് പറയേണ്ടത് എന്താണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, പിശാചുക്കൾ, ജിന്നുകൾ, മലക്കുകൾ ഇവരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത്. അതിൽ പിശാചുക്കൾ വാർത്ത കേൾക്കാൻ ശ്രമിക്കുന്നുണ്ട്, അപ്പോൾ അതിന് തടയിടുന്നുണ്ട് എന്നുള്ള വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അത് വിശ്വാസികൾക്ക് വിശ്വസിക്കൽ നിർബന്ധമാണ് ഖുർആൻ പറഞ്ഞുകൊണ്ട്. അദ്ദേഹത്തെ ഈ മാഷപ്പോലുള്ള ഒരാൾക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് നിഷേധിക്കാം. കാരണം അവർ ഖുർആൻ മാത്രമല്ല അള്ളാഹുവിനെ തന്നെ നിഷേധിക്കുന്ന ആളുകളായതുകൊണ്ട് അത് പ്രശ്നമൊന്നുമല്ല. പക്ഷേ ഒരു കാര്യത്തെ വിശകലനം ചെയ്യുമ്പോൾ അത് തങ്ങൾ ബുദ്ധിപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടാണ് പറയുന്നതെന്ന് പറയുമ്പോൾ ഈ ശാസ്ത്രീയത എന്താണെന്നുള്ളതും അവർ വ്യക്തമാക്കേണ്ടതുണ്ട്. ഒന്നെങ്കിൽ അവർക്ക് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവർ അത് പറയാൻ ഒളിപ്പിച്ചു വെക്കുന്നുള്ള. മൂന്നാമത്തെ ഒരു സംഗതി അദ്ദേഹം പറയുന്നത്, ഖുർആൻ രാവും പകലും തിരിച്ചറിയാൻ വേണ്ടി നൂല് കെട്ടാൻ, അല്ലെങ്കിൽ നൂല് തലയണൻ്റെ ചോട്ടിൽ ഒളിപ്പിച്ചു വെക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇത് ഖുർആൻ എവിടെയാണ് പറഞ്ഞിട്ടുള്ളതാവോ? അദ്ദേഹം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂറത്ത് ബഖറ 2-ാം അധ്യായത്തിൽ നോമ്പിനെപ്പറ്റി പറഞ്ഞ ഭാഗത്ത് പറയുന്നൊരു സംഗതിയുണ്ട്. കുലു വഷ്റബു ഹത്താ ലക്കുമുൽ ഖൈത്തുൽ അബ്യദു മിനൽ ഖൈത്തുൽ അസ്വദി മിനൽ ഫജ്ർ എന്നാണ് ആ വാക്യം. നിങ്ങൾ നോമ്പ് നോക്കുന്ന ആളുകൾ രാത്രികാലങ്ങളിൽ നിങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങളാവാം. അത് ഏതുവരെയാണ്? അത് വെള്ള നൂല് കറുത്ത നൂലിൽ നിന്ന് വ്യക്തമാകുന്നത് വരെ. എന്താണ് ഈ വെള്ള നൂല് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മിനൽ ഫജ്ർ, പ്രഭാതമാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ പ്രഭാതത്തെ ഒരു വെളുത്ത രേഖയോട്, ഇവിടെ നൂല് ഖൈത്ത് എന്ന് പറയുമ്പോൾ അതിന് നൂല് എന്നതിലേറെ രേഖ എന്നാണ് അതിന് പറയേണ്ടത്.
കാരണം വെളുത്ത രേഖ കറുത്ത രേഖയിൽ നിന്ന്, അതായത് രാത്രിയിൽ നിന്ന് പ്രഭാതം വേർപിരിയുക, ഇതുവരെയാണ് നിങ്ങൾക്ക് ഭക്ഷ്യപാനീയങ്ങൾ ഉപയോഗിക്കാൻ, മറ്റ് നോമ്പിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിരോധിച്ച എന്നാൽ അല്ലാത്ത സമയത്ത് അനുവദനീയമായിട്ടുള്ള സംഗതികൾ ഉപയോഗിക്കാനുള്ള സമയം. അവിടെ ഒരിക്കലും ഖുർആൻ എവിടെയും വെളുത്ത നൂലും കറുത്ത നൂലും കെട്ടി ഇതാക്കാൻ പറഞ്ഞിട്ടില്ല. അവിടെ ഫജ്ർ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്ന് ഖുർആൻ തന്നെ വ്യക്തമാക്കിയ കാര്യമാണ്. എന്നാൽ ഈ സംഗതി അദീബിൻ അബി ഹാത്തിം എന്ന് പറയുന്ന നേരത്തെ ക്രിസ്ത്യാനിയായിരുന്ന ഒരാൾ, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം ഇത് മനസ്സിലാക്കാൻ കഴിയാതെ അദ്ദേഹം ഒരു നൂല് കെട്ടിയൊരു സംഭവം ഹദീസിൽ പറയുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് അദ്ദേഹം തന്നെ ആ സംഗതി പറഞ്ഞതായിട്ട് ഹദീസിൽ ഉദ്ധരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനെ തിരുത്തുന്നുണ്ട് ആ സംഘട്ടത്തിലും. ഇത് ഖുർആൻ പറഞ്ഞ ഫജ്റാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളതെന്നാ. അപ്പോൾ മറ്റുള്ള ആളുകൾ തെറ്റിദ്ധരിച്ചുകൊണ്ട് എന്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലും തങ്ങൾ ഇവിടെ തെളിവായിട്ട് വീണടുത്ത് കന്ന് ഉരുളുക എന്നുള്ള രീതി ഉണ്ടല്ലോ, ആ രീതിയിലുള്ള തെളിവായിട്ട് ഉദ്ധരിക്കുന്നു എന്നുള്ളതാണ് മാഷപ്പോലുള്ള ആളുകൾക്ക് ഇവിടെ പറ്റുന്ന അബദ്ധം. ഈ അബദ്ധങ്ങൾ അവർ തിരുത്താൻ ഏതായാലും തയ്യാറാവില്ല. പക്ഷേ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള ശുദ്ധമായിട്ടുള്ള അസംബന്ധങ്ങൾ അവർ പ്രചരിപ്പിക്കുന്നു, ഉദ്ധരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഇത്തരം വാദഗതികൾക്കൊന്നും യാതൊരു പ്രസക്തിയില്ല എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്.